നീ കറി വെക്കണം, പിന്നെ പാത്രം കഴുകണം, പിന്നെ അടുക്കള വൃത്തിയാക്കണം, പിന്നെ തുണി അലക്കണം. ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് പാതിരാത്രിയാവും. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇത് തന്നെ. എന്തു പറ്റി? ഇവിടുത്തെ ഈ പെണ്ണിന് എന്തു പറ്റി? എന്റെ കൂടെ കളിക്കാൻ ആരെങ്കിലും വേണം. കുഞ്ഞിന്റെ കൂടെ അമ്മൂമ്മ വരാലോ കളിക്കാൻ. അമ്മൂമ്മ വരുവാണെങ്കിൽ തൈലവും കൂടെ എടുത്തോ. എന്തിന്? അമ്മൂമ്മയുടെ മുട്ടാലയില് തൈലം പരത്തി കളിക്കാം. അയ്യടി, അമ്മൂമ്മയ്ക്ക് തൈലൊന്നും വേണ്ട. നമ്മൾ രണ്ടുപേരോട് ഓടാൻ പോയാലേ ഞാനേ ജയിക്കത്തുള്ളൂ. അത് ശരിയായിരിക്കും. അമ്മേനെയും കൂടെ ഓടാൻ പോയാലേ അമ്മയെ ജയിക്കുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അമ്മയുടെ മുട്ടുവേദന അമ്മ വിചാരിക്കുമ്പോഴേ വരുള്ളൂ. അതെന്നെ, ആവശ്യത്തിന് മാത്രം പുറത്തെടുക്കുന്ന ഒരു സാധനമാണ് അമ്മൂമ്മയുടെ മുട്ടുവേദന. നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട. എന്റെ മുട്ടിന്റെ വേദനയെ എനിക്കല്ലേ അറിയത്തുള്ളൂ. லெச்சு கௌரி, நீங்க போய் அவ கூட விளையாடுங்க. நான் கிச்சன்ல வேலையெல்லாம் பாத்துக்கிறேன். അതെന്താ അങ്ങനെ? നീ അവരോട് മാത്രം പോയി കളിച്ചോളാൻ പറഞ്ഞത്? നമ്മൾ കളിക്കാൻ പോയാലൊക്കത്തില്ലയോ? നമ്മളെന്തോ 24 മണിക്കൂറും അടുക്കള കിടന്നു ജോലി എടുത്തോണോ? അങ്ങനെയാണെങ്കിൽ പണിയൊക്കെ ഇവിടെ കിടക്കട്ടെ, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കാം. ഞാൻ റെഡി. நானும் ரெடி. അങ്ങനെയാണെങ്കിൽ ഞാനും റെഡി. അല്ല, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്? അത് തന്നെ, രാവിലെ വല്ല ബാറ്ററി പിടിക്കുക, ഭയങ്കര ചാർജ്. அம்மா வந்து இன்னைக்கு ரொம்ப நல்ல மூட்ல இருக்காங்க. அப்பூப்பம் கொடுத்த சார்ஜ். ഓ, റൊമാൻറ്റിക് ഭവാനി. വെക്കത്തെ പാரு. കളിക്കാം, പക്ഷെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന വല്ല കളിയും വേണം. அப்படின்னா எனக்கு ஒரு சஜஷன் இருக்கு. கிச்சன் வேலைகள் கூட பண்ற மாதிரி ஒரு കളി കളിக்கலாம். ഞാനൊരു കാര്യം ചെയ്യും, ആ അടുക്കള എടുത്ത് തോളത്ത് പോയി, അതാകുമ്പോഴേക്ക് എല്ലാത്തിനും സൗകര്യമാവില്ല. ഈ ആന്റി ഒന്നിനും വരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കളി പറയട്ടാ, എല്ലാവരും കൂടെ കളിക്കാൻ പറ്റും. എന്തോ പറ. സ്റ്റാച്ചു. സ്റ്റാച്ചുവാ? അതെന്തുവാ? എന്റെ പാറു, നിന്നെ നോക്കി ഞാൻ സ്റ്റാച്ചു എന്ന് പറഞ്ഞ 5 മിനിറ്റ് നീ അനങ്ങാതെ നിൽക്കണം. അത് കൊള്ളാല. ഒന്നും കൊള്ളൂല. ഇതൊക്കെ ജാമ്പവാന്റെ അപ്പൂപ്പന്റെ കാലത്തുള്ള ഗെയിംസ്. എന്തിങ് എൽസ്, ന്യൂ ഗെയിംസ്. ലച്ചു, എനിക്കത് അങ്ങോട്ട് കിട്ടിയില്ല. എന്തോ അത് കിട്ടിയില്ലേ? കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, അമ്മായി എന്നാ എനിക്കേ സ്റ്റാച്ചു. കണ്ട, ഇപ്പൊ അമ്മായി നിൽക്കുന്ന കണ്ട. ഇനി ഇതേപോലെ മിണ്ടാതെ അനങ്ങാതെ 5 മിനിറ്റ് പ്രതിമേനെ പോലെ നിൽക്കണം. അതാണ് കളി. അനിയൊക്കെ അതിനെ കളി നോക്കും. അപ്പൊ പണിഷ്മെന്റ് എന്തുവാ? പണിഷ്മെന്റ് അതൊക്കെ നമുക്ക് അപ്പൊ തീരുമാനിക്കാം. ഗോ റിലീസ്. അപ്പൊ ഈ കളി തന്നെ മതി. ഈ കളി നമ്മൾ പൊളിക്കും. കളിക്കാം. ശരി, 1 2 3 go. അമ്മായി സ്റ്റാച്ചു. നിക്കണം, അമ്മൂമ്മ. ഈ വീട്ടിലെ സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ എല്ലാരും ഇങ്ങനെ നിൽക്കണേ? ചേച്ചി മിണ്ടില്ല, അനങ്ങില്ല. എന്താ? സ്റ്റാച്ചു കളിച്ചതാ എല്ലാരും കൂടിയോ? ആ, കൊള്ളാലോ. കൊള്ളാല്ലേ? മുക്ക് കളിക്കണോ? കളിക്കാം, ഞാൻ റെഡി. എന്നാ പിന്നെ തുടങ്ങിയാലോ? തുടങ്ങാം. മോടെ മുടിയല്ലെന്തോ ഇരിക്കുന്നേ? മുടി സ്റ്റാച്ചു. എല്ലാരും കൂടെ ഇവിടെ നില്ല്, ഞാൻ പോയിട്ട് വരാം. എല്ലാ കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് കേറി വരണ്ട. എത്ര നേരം ഇങ്ങനെ നിക്കണം? 5 മിനിറ്റ്. അമ്മായി, എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട്. എന്തോ ചെയ്യും? 5 7 അടിച്ചു തന്നോ? நீங்க எங்கிட்டையும் நான் உங்கள்கிட்டையும் ஸ்டாச்சு சொல்ல மாட்டேன். അങ്ങനെ വഴിക്ക് വാ. അത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഉറപ്പാണല്ലോ? அப்ப சொன்னப்போ எனக்கு புரியல, இப்ப நல்லா புரியுது. എന്നാ ഉറപ്പാണല്ലോ? ഡീൽ. ഓക്കെ, ഇനി മാറ്റമില്ലല്ലോ? ഇല്ല. ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. അമ്മമ്മേ, നമുക്കൊന്ന് കാണണം കേട്ടാ. ഒരു 20 മിനിറ്റ് കഴിയട്ടെ. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ആന്റീനെ ഞാൻ ഒന്ന് കാണുന്നുണ്ട്.
മെർലിൻ എന്തിയെ? ആ കണ്ടില്ല. കണ്ടില്ലെന്നാ? ഇല്ല. അവളെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുവാണ് കേട്ടാ. അവളെ ഞാൻ പൊക്ക് നോക്കിക്കോ. മാവിന്റെ മേളിൽ കയറിയിട്ടാണെങ്കിൽ അവളെ ഞാൻ പൊക്കിയിരിക്കും, ഉറപ്പാ. മൂത്തൊരു കള്ളത്തരം. ഒരു കള്ളത്തരവും ഇല്ല. ശരി, നിനക്ക് കള്ളലക്ഷണം ഉള്ളതെന്ന് തോന്നുന്നതാ. എല്ലാരും പറയും അമ്മൂമ്മയുടെ മോച്ചായി എനിക്ക്. ആ കനകം, അത് പറഞ്ഞപ്പോഴാ സ്റ്റാച്ചു. അമ്മ അമ്മാന്നൊന്നുമില്ല, സ്റ്റാച്ചു പറഞ്ഞ സ്റ്റാച്ചു. വാ മക്കളെ, നമുക്ക് പോകാം. വാ. ഭാവി അമ്മൂമ്മേനെ ഒരുപാട് അങ്ങോട്ട് വിശ്വസിച്ച് കളഞ്ഞല്ലേ. മൂളിക്കോ മൂളിക്കോ. സാരല്ല, പോട്ടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.